നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി മത്സരരംഗത്തിറങ്ങുകയാണ് മുന്നണികൾ. എന്നാൽ ഇതിനിടെ പല മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം മാറിമറിയുന്ന കാഴ്ചകൾക്ക് നാം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന 2 മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ, അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കടുത്ത പോരാട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളാണ് ഇവ എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. ആലത്തൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസനും ചാലക്കുടി മണ്ഡലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ബെന്നി ബെഹനാനും അടിതെറ്റുമെന്നുള്ള സൂചനകൾ സർവേ ഫലങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ സർവേ ഫലങ്ങൾ എത്രത്തോളം ശുഭകരമാണ് എന്ന് പറയാൻ കഴിയില്ല. ആലത്തൂരിലാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ ഏറ്റവും മികച്ച മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. കാരണം അവിടെ മന്ത്രി കെ രാധാകൃഷ്ണനും രമ്യ ഹരിദാസും തമ്മിലാണ് മത്സരം നടക്കുന്നത്. മണ്ഡലത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് 46.5% പേരും അനുകൂലിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാധാകൃഷ്ണനെയാണ്. 41.7% പേരാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസിനെ പിന്തുണയ്ക്കുന്നത് എന്ന് പറയപ്പെടുന്നു. 9.6% പേർ BJP സ്ഥാനാർത്ഥിയാൾ TN സരസുവിനെയും അനുകൂലിക്കുന്നു. മണ്ഡലത്തിൽ എന്നല്ല, ജില്ലയിൽ തന്നെ ജനസമ്മതനായിട്ടുള്ള നേതാവാണ് കെ രാധാകൃഷ്ണൻ എന്നാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ജനപ്രീതി തന്നെയാണ് മന്ത്രിയായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ രംഗത്തിറക്കാൻ CPM-നെ പ്രേരിപ്പിച്ചത്. അത് പക്ഷേ ഫലം കണ്ടേക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ എന്നാണ് ചില സർവേക്കാർ പറയുന്നത്. ഇത് രമ്യ ഹരിദാസിന് ഏത് രീതിയിൽ തിരിച്ചറിയാവുമെന്ന് ഇനി കണ്ടറിയേണ്ടതാണ്. അതേസമയം മണ്ഡലത്തിലുള്ളവരുടെ ജനകീയനായിട്ടുള്ള നേതാവ് എന്ന നിലയിലെ പിന്തുണ പിണറായി വിജയനാണ്. 45.4% പേരാണ് പിണറായിയെ അനുകൂലിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. 23.3% പേർ VD സതീശനും 21.2% പേർ രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം നിന്നപ്പോൾ 8.1% പേർ കെ സുരേന്ദ്രനെയും പിന്തുണച്ചു എന്നുള്ള ഒരു വാദം കൂടി ഈ സർവേയിലൂടെ വരുന്നുണ്ട്. ആ സർവേ അവിടെ നിൽക്കട്ടെ. ഇനി ചാലക്കുടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള C രവീന്ദ്രനാഥിനെ രംഗത്തിറക്കിയ CPM ഇത്തവണ ചാലക്കുടി അങ്ങനെ വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. പക്ഷേ അത് എത്രത്തോളം ശരിയെന്ന് അറിയില്ല കേട്ടോ. ചാലക്കുടിയിൽ ആര് ജയിക്കും എന്നുള്ള ചോദ്യത്തിന് അട്ടിമറിയുടെ സാധ്യതകളാണ് സർവേ മുന്നോട്ട് പോകുന്നത്. ഒരു സർവേ ഫലം ആണ് ഞാൻ ഈ പറയുന്നത്. 41.4% പേർ LDF സ്ഥാനാർത്ഥിയാളുടെ C രവീന്ദ്രനെ അനുകൂലിക്കുന്നു എന്ന് ആ സർവേകൾ പറയുന്നു. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായിട്ടുള്ള ബെന്നി ബെഹനാനെ പിന്തുണയ്ക്കുന്നത് 39.1% പേരാണ് എന്നാണ് പറയപ്പെടുന്നത്. 12.8% വോട്ട് NDA സ്ഥാനാർത്ഥിയാക്കിയ ഉണ്ണികൃഷ്ണൻ നേടുമെന്നുള്ള സർവേകളും നൽകുന്ന സൂചന. കാരണം മണ്ഡലത്തിലെ വോട്ടർമാരുടെ കാഴ്ചപ്പാടിൽ മികച്ച ജനകീയനായിട്ടുള്ള നേതാവ് എന്ന് പറയപ്പെടുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നത് സർവേയിൽ നിന്ന് വ്യക്തമാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. 49.7% വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. മോദിയെ 29.9% പേർ മാത്രം അനുകൂലിക്കുന്നു. 16.8% പേർ സീതാറാം യെച്ചൂരിയെയും 2.5% പേർ സ്റ്റാലിനെയും പിന്തുണയ്ക്കുന്നു. മമതാ ബാനർജിക്ക് 1.1% വോട്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ആ സർവേകൾ നൽകുന്നത്. ഇനിയുണ്ട് ഇടുക്കിയും പാലക്കാടും. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നിലവിൽ UDF കൈവശം വയ്ക്കുന്ന മണ്ഡലങ്ങളായിട്ടുള്ള ഇടുക്കിയും പാലക്കാടും UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ, സർവേ നൽകുന്ന സൂചനകൾ അതാണ്. പാലക്കാട്ട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VK ശ്രീകണ്ഠൻ ജയിക്കുമെന്ന് പറയപ്പെടുന്നു. 39.7% പേർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിജയരാഘവൻ ജയിക്കുമെന്ന് പറയുന്നത് 36.9% പേരാണ്. ഇടുക്കിയിലാകട്ടെ 47.2% പേർ ഡീൻ കുര്യാക്കോസ് തന്നെ വീണ്ടും MP ആയി എത്തുമെന്ന് പറയപ്പെടുമ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയ്സ് ജോർജ് ജയിക്കുമെന്ന് പറയപ്പെടുന്നത് 39.6% പേർ മാത്രമാണ്. ഇടുക്കിയിൽ 8% കൂടുതൽ ആളുകളുടെ പിന്തുണ ഡീൻ കുര്യാക്കോസിന് സർവേയിൽ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാകുന്നു. ഇങ്ങനെ 4 മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് ആലത്തൂരും ചാലക്കുടിയും മറ്റൊന്ന് ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത എന്ന് പറയപ്പെടുന്നത്, ഇപ്പോൾ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനും ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ള രമ്യ ഹരിദാസും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം നടക്കുന്നു. ആ നേരിട്ടുള്ള മത്സരങ്ങളിലെ ഈ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ എത്രത്തോളം ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ള വീഡിയോകളിലൂടെ ഈ സർവേകളെല്ലാം വ്യാജ സർവേകൾ ആകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് പലരും ഇങ്ങനെ അരയും തലയും ഒക്കെ മുറുക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത് എങ്കിൽ കൂടിയും പലപ്പോഴും ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളം പലപ്പോഴും വോട്ടുകളായി മാറാൻ കഴിയുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണനെ നിർത്തി വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു പ്രതീതി അത് CPM-നുണ്ടെങ്കിൽ കൂടിയും CPM-ന് 2 മുഖമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കെ രാധാകൃഷ്ണനെ പരാജയപ്പെട്ടാലും വിജയിച്ചാലും CPM-ന് ഒരുപോലെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകേടായിട്ട് മാറ്റി അദ്ദേഹത്തിനെ ഈ സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്ന് പിന്തള്ളപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഒരു കുബുദ്ധി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ആലത്തൂരിൽ തന്നെ രമ്യ ഹരിദാസ് വീണ്ടും പാട്ടും പാടി ജയിച്ചേക്കാമെന്നുള്ള സൂചന കോൺഗ്രസ്സുകാർക്കുണ്ടെങ്കിൽ പോലും കടുകട്ടി മത്സരം അവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം
ഈ ഡോക്ടർ സരസു കൂടി അവിടെ എത്തുന്നതോടുകൂടി ബി ജെ പിയുടെ ഒരു പ്രാതിനിധ്യം വല്ലാതെ ഉണ്ടാകുന്നുണ്ട് ആലത്തൂരിൽ എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ അത് എത്രത്തോളം വോട്ടുകൾ നേടുമെന്നും അത് ആരെയൊക്കെ ആണിക്കും തകിടം മറിക്കുക എന്നും ഒക്കെയാണ് നമുക്ക് ആലത്തൂരിൽ നിന്ന് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അതുകൊണ്ട് ആലത്തൂരിൽ ഒരു സുപ്രഭാതത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ വിജയിച്ച് മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷേ എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജനകീയനാണ് കെ രാധാകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ജനകീയത എന്ന് പറയപ്പെടുന്നത് വോട്ടായി ഫലിക്കുമോ, വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. മാത്രമല്ല ആലത്തൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ ഒരു ടേമിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വട്ടവും വിജയിക്കണമെന്നില്ല. പക്ഷേ രമ്യ ഹരിദാസിൻ്റെ സാധ്യതകളെ തള്ളിക്കളയാനും കഴിയില്ല. പക്ഷേ അവിടുത്തെ വിജയ ഫാക്ടർ, വിജയം ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന പക്ഷേ ഡോക്ടർ ടി സരസു ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളമുണ്ടോ അത് നിർണായക ശക്തിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുപോലെ തന്നെയാണ് ചാലക്കുടിയിലേക്ക് പോകുമ്പോൾ ചാലക്കുടിയിലൊക്കെ സി രവീന്ദ്രനാഥിനെ പോലൊരു സ്ഥാനാർത്ഥി വിജയിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ജനകീയതയൊന്നുമില്ലാത്ത ജനപ്രിയതയൊന്നുമില്ലാത്തൊരു നേതാവിനെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമൊന്നുമല്ല ചാലക്കുടി. പഴയ മുകുന്ദപുരമാണ് ഈ ചാലക്കുടി എന്ന് പറയപ്പെടുന്ന മണ്ഡലം. ആ മണ്ഡലത്തിലെ സാധ്യതകൾ എപ്പോഴും കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ബെന്നി ബെഹനാന് ജയസാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർ തന്നെ പാലം വലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പരാജയം ഉറപ്പാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ BDJS സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വോട്ടുകൾ നേടുമെന്നുള്ളത് ഒരിക്കലും നിർണായകമാകില്ല. നേരിട്ടുള്ള രവീന്ദ്രനാഥും ബെന്നി ബെഹനാനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അവിടെ രാഷ്ട്രീയ പോര് നടക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വളരെ വലിയൊരു മത്സരമാണ് നടക്കുന്നത്. മറ്റൊന്ന് ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇടുക്കിയിലെത്തപ്പെടുമ്പോൾ ഡീൻ കുര്യാക്കോസിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ജനകീയ മുഖമായിരുന്നു ഡീൻ കുര്യാക്കോസ് എന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ അത് അവിടെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. കാരണം ആ മലയോര മേഖലകളിലുള്ള പ്രദേശങ്ങളിലൊക്കെ ഡീൻ കുര്യാക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം വലിയ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ നൽകുന്നത്. മറ്റൊന്ന് പാലക്കാടാണ്. പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ശ്രീകണ്ഠനും CPM-ൻ്റെ വിജയരാഘവനുമാണ്. അവിടെയും മത്സരങ്ങൾ നേർക്കുനേറാകുന്ന ഒരു ലക്ഷണമാണ്. പക്ഷേ അവിടുത്തെ വിജയസാധ്യതയെക്കുറിച്ച് പ്രവചിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലങ്ങളിലൊന്നും നമുക്ക് വലിയ വിശ്വാസ്യത കൽപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോഴും പിടിമുറുകുന്ന ഒരവസ്ഥയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും, അതായത് 3 സ്ഥാനാർത്ഥികളും വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങളിലേക്ക് എത്തപ്പെടുന്ന സാധ്യതകൾ തന്നെയാണ് 20 മണ്ഡലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടം ചൂടുപിടിക്കുന്നു. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമായിരിക്കും എന്തായിരിക്കും ഇവിടുത്തെ ഫലസൂചനകളെന്ന് പറയുവാൻ കഴിയുള്ളൂ. അതുവരെയുള്ള സർവേ ഫലങ്ങളൊക്കെ ഇങ്ങനെ ജനങ്ങളെ ആകാംക്ഷയിൽ നിർത്തുന്ന ഒരു സാധനം മാത്രമാണ്. അത് വാർത്താ പ്രാധാന്യം നേടി പോകുന്നു എന്നതിനപ്പുറം അതിനകത്ത് വലിയ സാധ്യതകളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.